ഇല്ലാണ്ട് പറ്റത്തില്ല. എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയും പിടിച്ചോ ഇരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരുന്നു. അതെ, കുറെ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു സംഭവമായി. എനിക്ക് കള്ളത്തരം ഏതൊരു ഞാനൊരു കാര്യം പറയും, ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ പറയാം, ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആരാണ് ഫ്രോഡ്? ഗജ ഫ്രോഡാണ്. YNJ മൊമെന്റ്സ് നമ്മുടെ യദു. ഞാൻ ആ തുടക്കം തന്നെ പറയട്ടെ, എൻ്റെ ശബ്ദം വേറെ ആരെയോ ശബ്ദം പോലെയൊക്കെ തോന്നിയേക്കാം. നല്ല പനിയുണ്ട്, അതുപോലെ തന്നെ നല്ല ജലദോഷമുണ്ട്, കുറേയധികം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേരുടെ സ്കൂളിലെ പോക്ക് പരിപാടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകല്ലേ. ഇപ്പം മഴയൊക്കെ നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കും കേട്ടോ. നല്ല മഴയൊക്കെയാണ്, അതുപോലെ തന്നെ പനി മറ്റുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്ത് പോകുന്നവർ വളരെ സൂക്ഷിക്കുക, അവരെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്രോഡാണോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയില്ലാത്ത വന്നിട്ട് നമ്മുടെ എന്താ പറയുക സ്പൈനൽ ഇഞ്ചുറി പറ്റിയിട്ട് വീൽ ചെയറിൽ കഴിയുന്ന അവരടുത്തൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി വന്ന യദുവും ജ്യോതികയും. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ അകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ, മറ്റൊരു വ്യക്തികൾക്കും പറയാൻ പോലും അല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ചിലരുണ്ട് കേട്ടോ. വളരെ റെയറായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആ ലൈഫിലൂടെ കടന്നു പോകുന്ന ആ യദുവും അതിൻ്റെ പങ്കാളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രതിശ്രുത വധുവായിട്ടുള്ള നമ്മുടെ ജ്യോതികയും. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ അകത്തുള്ള പല മൊമെൻറ്റ്സും അവർ ഈ സമയം കൊണ്ട് തന്നെ YNJ മൊമെൻറ്റ്സ് എന്നുള്ള ആ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ തന്നെ ഞാനത് റിയാക്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫസ്റ്റോ സെക്കൻഡോ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ വന്നിരുന്ന്. നമ്മൾ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും ഈ ഒരു സമയത്ത് അവർക്ക് മറ്റൊരു തരത്തിലേക്ക് എന്തോ ഇഷ്യൂ നടക്കുകയാണ്. എന്താണെന്നുള്ള കാര്യം യദു തന്നെ പറയും. പക്ഷേ ഇതിൻ്റെ തലക്കെട്ടെന്ന് വെച്ചാൽ യദു ഫ്രോഡാണോ എന്നുള്ളതാണ്. യദുവിനെ കുറിച്ച് ആരൊക്കെയോ അങ്ങനെയൊക്കെ പറയുന്നു. എന്താണ് യദു പറയുന്നത് കേൾക്കാം. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ എന്തോ ഫ്രോഡാണ്. ഇപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിക്കാം. കുറെ പേര് ഇന്നലെ കമന്റ് ചെയ്യും, അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫേസ്ബുക്കില് അങ്ങനെ നമ്മളൊന്നും നോക്കാറില്ല, കമന്റ്സ് ഒന്നും വലുതായിട്ട് നോക്കാറില്ല. ഞാൻ എന്തെങ്കിലും അഥവാ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമന്റ്സിന് റിപ്ലൈ കൊടുക്കാം, ചിലതൊക്കെ കാണാറുള്ളൂ. അങ്ങനെ നമുക്ക് പൊതുവെ ഫേസ്ബുക്ക് നമ്മൾ അങ്ങനെ അധികം അങ്ങനെ ചെക്ക് ചെയ്യാറോ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഈയിടെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നലെ കാണുന്നത് ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ ഫോട്ടോ ആണ്. നമ്മുടെ ഇവിടെ ഗെയിം ചലഞ്ച് നടത്തിയിട്ടുണ്ട് യൂട്യൂബിനകത്ത് വീഡിയോ. അപ്പം അതിനകത്ത് ഗെയിം ചലഞ്ചിനകത്ത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചമ്പ്രം മണഞ്ഞിരിക്കാന്നല്ലേ പറയുന്നത്. ചമ്പ്രം മണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അല്ലാണ്ട് എനിക്ക് ചുമ്മാ കൈ വിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ ചില വാണങ്ങൾ, സോറി ചിലക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ വേറെ ഒന്നും കൊണ്ട് ഡിസ്റെസ്പെക്ട്ഫുള്ളി നിങ്ങളെ വാല്യൂ കുറച്ച് കണ്ടിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നില്ല. അവരങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അതായത് മറ്റൊരുത്തൻ്റെ ലൈഫിൻ്റെ അകത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിറഞ്ഞ സാഹചര്യത്തിൻ്റെ അകത്ത് അതിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ എണീറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, മാനസികമായിട്ടുള്ള ഒരു ഉൾക്കരുത്ത് കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിനിയും ജീവിക്കണം, അതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോയേ തീരൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ള രീതിയിൽ സിനിമയിൽ കാണുന്നത് പോലത്തെ രീതിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണിവർ. അങ്ങനെ എണീറ്റ് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളിൽ പെട്ട ഒരാളാണ് ഈ പറയുന്ന കരുത്തുറ്റ യദു. ഞാൻ അങ്ങനെ പറയൂ, ആ കരുത്തുറ്റ ചെറുപ്പക്കാരനാണ്. എണീറ്റ് വരണ്ടേ? അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ആ ഒരു കാര്യം, അവന് ഇനി ഒരു ഫ്യൂച്ചർ വേണം. ആ ഒരു കാര്യം ലൈഫിൽ വളരെ സാഡായിട്ടുള്ള കാര്യം, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള കാര്യമൊക്കെ പുള്ളി വളരെ ദയനീയമായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. അപ്പോൾ ആ ഒരു പയ്യനെ ചുറ്റിപ്പറ്റി അവൻ ചെയ്യുന്ന കള്ളത്തരം ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി അതിനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാരകമായിട്ടുള്ള സാഹചര്യത്തിനെ വിറ്റ് തിന്നാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് എനിക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ ഇനിയും അങ്ങനെ തോന്നുന്നു എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല യദു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ റിയാക്ട് ചെയ്ത സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ അന്ന് കണ്ട ആ ചിരി തന്നെയാണ് ഇന്നും യദുവിൻ്റെ മുഖത്തുള്ളത്. ഒരു വളരെയധികം ഇതായിട്ടുള്ളതൊന്നുമല്ല, വളരെയധികം സന്തോഷത്തോടുകൂടി അവരെ പോകട്ടെ, അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ചെയ്യുക, സഹായം ചെയ്യുക എന്നൊക്കെ പറയുന്നതിനപ്പുറം അവരെ വേദനിപ്പിക്കാനും കുത്തി നോവിക്കാനും വേണ്ടിയിട്ട് ആരെങ്കിലും മുതിരുന്നെങ്കിൽ നീയൊക്കെ മൃഗങ്ങൾക്ക് നാണക്കേടാ. മനുഷ്യനല്ല, ഏതൊക്കെ വൈറസുകളാ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന വൃത്തികെട്ട വൈറസുകൾ. മറ്റൊരുത്തൻ്റെ ജീവിതത്തിനെ നശിപ്പിക്കണമെന്ന് കാണുക, അവരെ നാശത്തിലേക്ക് വേണ്ടി മാത്രം കണ്ണും നട്ടിരിക്കുന്ന വൃത്തികെട്ട മനോരോഗികൾ. അതേ പറയാൻ പറ്റുള്ളൂ. അത് വീഡിയോ കാണുമ്പോൾ ത്രൂ ഔട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ നെഞ്ചിന് താഴോട്ടാണ് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല. എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയും പിടിച്ചോ ഇരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരുന്നു. അതെ, കുറെ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു സംഭവമായി. എനിക്ക് കള്ളത്തരം ഏതൊരു ഞാനൊരു കാര്യം പറയും, ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ പറയാം, ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. എൻ്റെ ഒരു അനിയൻ, എനിക്ക് ബാലു എന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ മകൻ, അവനെൻ്റെ സ്വന്തം അനിയനാണ്. അതുപോലെ കുറേ അനിയന്മാർ എനിക്കുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട്. ആ അനിയന്മാരിൽ ഒരു അനിയൻ എന്നുള്ള പരിഗണന ഞാൻ പറയും.
യദു ഇപ്പോൾ നിൽക്കുന്ന യദുവും ജ്യോതികയും നിൽക്കുന്ന സോഷ്യൽ മീഡിയക്കകത്താണ്. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് 62,000-ഓളം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ നേടി. നിങ്ങളെ വീഡിയോസ് എല്ലാം അത്യാവശ്യം റീച്ചായി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ലോകമെങ്ങും മലയാളികൾ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വൃന്ദവും നിങ്ങൾക്കൊരു ഫാൻ ബേസും നിങ്ങൾക്കൊരു വളർച്ചയും ഉണ്ടാകുമെന്ന് കാണുന്ന സമയത്ത് എവിടെയോ ഇതിനൊന്നും കഴിയാത്ത ചില ചപല ജനം കൂട്ടം, അവർ ചിലർ വളരെ തുച്ഛമായ വിരലെണ്ണാവുന്ന ചില ചപല ജീവികൾ പറയുന്നത് കേട്ടിട്ട് മനം മടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. 1, 2 നെഗറ്റീവ് 10, 20 പേര് പറഞ്ഞു വിചാരിച്ചോ, അതിനെക്കാട്ടിലും ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. 2 മണിക്കൂർ കൊണ്ട് 1000 പേര് ലൈക്ക് ചെയ്തിരിക്കുന്നു ആ വീഡിയോ. അപ്പോൾ അത് ചിന്തിച്ചു നോക്കൂ, അത്രയും ആൾക്കാർ സ്നേഹിക്കുന്നു. അപ്പം അത്രയും സ്നേഹിക്കുന്നവരെ വിട്ടിട്ട് ഇത്രയും വില കുറഞ്ഞ വിവരമില്ലാത്ത നമ്മളെ വളരെ തരം താഴ്ന്ന ആൾക്കാരെ കുറിച്ച് എന്തിന് നീ നിന്റെ സമയം മെനക്കെടുത്തണം? നിന്റെ നാക്ക് നീ അവർക്ക് വേണ്ടി സംസാരിക്കുന്നുവെങ്കിൽ പോലും നിന്റെ സമയം മെനക്കേടാണ്. നീ ജീവിക്കാൻ ശ്രമിക്കുക. നീയും ആ കുട്ടിയും വളരെ സന്തോഷപരമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അവരുടെ മുമ്പിൽ മാതൃകാപരമായിട്ടുള്ള നല്ല ദമ്പതികളായിട്ട് ഫ്യൂച്ചറിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചവരാണ്ട, നമ്മൾ അങ്ങനെ കടന്നു വന്നവരാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ രീതിയിലേക്ക് എത്തുക. അതിനപ്പുറത്തേക്ക് ഇവർക്ക് മറുപടി കൊടുക്കുന്നത് പോലും ഒരു അർഹിക്കുന്നില്ല. അത്രേ ഉള്ളൂ. കളത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തുവാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിന് എനിക്കൊന്ന് കൂടുതൽ അറിയാൻ പറ്റും. ഇത് റിയാക്ഷൻ, ഇത് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു കമന്റ്സിന്റെ കാര്യം ഞാൻ കാണുന്ന അതിനകത്തൊരു റിയാക്ഷൻ വീഡിയോ ഫേസ്ബുക്കിനകത്ത് ഇട്ടത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതേപോലെ എനിക്ക് 2-3 പേര് അയച്ചു തന്നു, ഇതൊന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ഇത് കണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ വലിയൊരു CMC-യിൽ ട്രീറ്റ്മെന്റിന് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അരുൺ എന്ന പേര്. അപ്പൊ അവൻ എന്റെ സെയിം ഇഞ്ചുറി D3 D4 ലെവൽ ഇഞ്ചുറി. അവന് പക്ഷേ ഇപ്പോൾ ടീവേ നടക്കാൻ പറ്റുന്നുണ്ട്, അവന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഒരു ഇഞ്ചുറിയുടെ ലെവലൊക്കെ അതിന് ഇതേപോലെ ഫസ്റ്റ് തൊട്ടേ പെയിൻ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അവന് പെയിനൊക്കെ അറിയാം, എനിക്കൊന്നും അറിയുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിന്റെ അകത്ത് എന്റെ റിപ്പോർട്ടും എന്റെ MRI-യും എന്റെ എക്സ്റേയും, എനിക്ക് പെൽവിക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എനിക്ക് സ്കാപ്പുലാർ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് കുറെ ബെറ്റർ ആയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത്രത്തോളം ആയി നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ കള്ളത്തരം പറയുന്ന കാര്യം എല്ലാവരും പറയുന്നത് എന്തുവാടാ പിള്ളേരെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന നാറികളെ, എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവർ ജീവിക്കട്ടെന്നേ, അവർ കൊച്ചു കുട്ടികളല്ലേ, അവരിനി ഒരുപാട് കാലം ജീവിക്കേണ്ടവരല്ലേ. എന്ത് കിട്ടുന്നു അവരിങ്ങനെ വേദനിപ്പിച്ചിട്ട്? ഇപ്പം ഫേസ്ബുക്കിൻ്റെ അകത്തെന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കുറേ അമ്മാവന്മാരും അമ്മാവിമാരും കണ്ടവന്മാരെ കുറ്റവും പറഞ്ഞ് മറ്റേ ലോകത്തുള്ള എല്ലാവരെ കുറിച്ചും മറ്റേ സദാചാരം പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ അധികം വാണങ്ങളാണ്. വീണ്ടും എഗെയിൻ വാണം. വാണങ്ങൾ എന്നല്ല വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഐ എം സോറി, റിയലി സോറി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അതർവൈസ് ബ്ലോക്ക് ഇറ്റ്. അവരെ ബ്ലോക്ക് ചെയ്യുക. അവരുടെ ലൈഫ് അവർ നിങ്ങളുടെ ലൈഫിൽ ഒന്നുമല്ല. അവർ ചിലപ്പോൾ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് പോലും ആയിരിക്കത്തില്ല പറയുന്നത്. ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് വർത്തമാനം പറയും. നിങ്ങളിത് പറയുന്നു, നിങ്ങൾ ഇതൊക്കെ കേട്ടാൽ മാനസികമായിട്ട് തകരുന്ന അല്ലെങ്കിൽ തളരുന്നവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് പോയിന്റ് ഇതാണെന്ന്. ആ വീക്ക് പോയിന്റിലേക്ക് വീണ്ടും അടിച്ചാൽ വീണ്ടും തളരുമെന്നാണോ? തുടക്കകാലത്ത് യൂട്യൂബിലേക്ക് വന്ന സമയത്തൊക്കെ എനിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴേക്കും നെഗറ്റീവ് കമന്റ്സ് എന്താ ഇല്ലാത്തതെന്നുള്ള ചിന്തയാണ് വന്നത്. ഇതെന്താ വരാത്തത്? മനസ്സിലാകുന്നുണ്ടോ? ഇന്നും വരും ചില സമയത്തൊക്കെ നല്ല പച്ചത്തെറി, പൂരത്തെറി വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ചിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല കലിപ്പ് തോന്നി തിരിച്ച് മറുപടി കൊടുക്കും. ഇപ്പോഴും ചിലതൊക്കെ മറുപടി കൊടുക്കും, പക്ഷെ പലതും ഞാൻ കണ്ടില്ലെന്ന് അടിക്കാറപ്പോൾ. അത് കാരണം എന്താ അറിയാമോ, അവരുടെ ലെവലിലേക്ക് നമ്മൾ താഴാൻ പോകാൻ പാടില്ലെന്നേ. കഴിഞ്ഞ ദിവസം ഒരു ദാദ ഒരു ഗുണ്ടയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ കഥ, അത് ഞാൻ പിന്നെ പറയാം, സമയമാവട്ടെ. നമ്മുടെ ഇത് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പറയാനേ നോക്കത്തുള്ളൂ. കാര്യം എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അതിലെ സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടവരല്ല. പിന്നെ അതുകൊണ്ട് നമ്മളത് മറച്ചു വെച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങളോടൊക്കെ ആയിരിക്കും. കാര്യം ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എല്ലാം മാറിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി. നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടാനേ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഓരോ ദിവസം എണീക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ എങ്ങനെയായിരുന്നോ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുക. നിങ്ങൾ മാറാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇടുന്നൊരു കാര്യത്തിനകത്ത് ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ഇട്ടാൽ പോലും അതിനകത്ത് പോലും നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ അനുപമ പത്മനെ പോലുള്ള ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി പറയുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ സമൂഹം. ആ സമൂഹത്തിൻ്റെ അകത്ത് നിങ്ങളെ കല്ലെറിയാൻ വേണ്ടിയിട്ട് വരുന്നവൻ അവൻ എറിയുന്ന കല്ലുകൾ നിങ്ങളിലേക്ക് എത്തില്ല. പിന്നെ അഥവാ എറിയുന്നെങ്കിൽ ഈ മാങ്ങയുള്ള മാവിലേക്ക് കല്ലെറിയുള്ളൂ എന്നുള്ള ചിന്തിക്കുക. നിങ്ങൾ വളരാതെ അഥവാ നിങ്ങളെ 10 പേർ അറിയാത്ത ഒരാളായിരുന്നു നിങ്ങൾക്ക് ഈ കമൻറ്റ്സ് ഒന്നും വരത്തില്ല. ഇത് അറിയുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അത് സ്വാഭാവികമാണ്, സോഷ്യൽ മീഡിയയാണ്. അതിനങ്ങനെ കണ്ട് കളയുക. ഇവിടെ കൂടെ കേൾക്കുക, ഇവിടെ കൂടെ കളയുക, അത്രയേ ഉള്ളൂ. കമന്റ്സിന്റെ ചെറുതായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിക്കാം, അല്ലാണ്ട് കാണിക്കാം. അല്ല, കമന്റ്സ് എന്തൊക്കെയാണ് വായിച്ചേക്കാം. ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതിനുള്ള മറുപടിയാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ സംഭ്രം കൂട്ടിയിരുന്നാണ് ചില നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആഹാരം പ്ലേറ്റ് എടുത്ത് ഒന്നെങ്കിൽ വീൽ ചെയറിലാണ് ഞാൻ മടി വെച്ചിട്ട് ഞാൻ കഴിക്കും. അഥവാ കട്ടിലും എല്ലാം സംഭ്രം അല്ലെങ്കിൽ കൈ എന്റെ
മുട്ടി വല്ലതും പിടിച്ചിട്ടായിരിക്കും ഞാൻ ഇരുന്ന് കഴിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇരിക്കാൻ ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തിരിഞ്ഞ് എന്നിട്ടുള്ള ഫോട്ടോ ഇട്ടപ്പം എന്നോട് എന്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇത് ഈ പണ്ടത്തെ ഫോട്ടോ നമ്മൾ നല്ലൊരു. അപ്പൊ എനിക്ക് തോന്നി അവൻ അങ്ങനെ ഇരുന്ന് കണ്ടോണ്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഏത് ഇരിക്കാൻ photo യാ? പറ്റും. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഭിത്തിയിൽ അവിടുത്തെ വീട്ടിൽ ആ, ആ, ആ. അങ്ങനെ ഇരിക്കാൻ പറ്റും, അതിരിക്കാൻ പറ്റും, ഭിത്തി സാരിയല്ലേ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സപ്പോർട്ട് വേണമെന്നേ ഉള്ളൂ. സപ്പോർട്ട് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ. എനിക്ക് ട്രങ്കിന്റെ അങ്ങോട്ടൊന്നും സപ്പോർട്ടൊന്നും ഇല്ല. അപ്പൊ ട്രങ്കിന്റെ അങ്ങോട്ട് സപ്പോർട്ട് ഇല്ലാത്തത് ട്രങ്കിന്റെ അങ്ങോട്ട് സപ്പോർട്ട് ഇല്ലാത്തതിനായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. യൂറിന്റെ കാര്യത്തിലാണെങ്കിലും മോഷന്റെ കാര്യത്തിലാണെങ്കിലും. അതുപോലെ ട്യൂബാണ് ICC എന്ന് പറയും, അതാണ് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ യൂറിൻ പാസ് ചെയ്യുന്നത് ഞാൻ മറ്റേ കത്തിയിട്ട് ഞാൻ ഇട്ടിട്ട്. എനിക്ക് കേൾക്കാൻ വയ്യ, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. ഞാൻ ഇരുന്നിട്ട് ഒന്ന് പനിയും പിടിച്ചിരിക്കുക, എൻ്റെ കണ്ണ് നിറയുകയും ചെയ്യും. എനിക്ക് ഇപ്പോഴേ അത് കേട്ടിട്ട് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. എന്തിനാണ് അവയുടെ കമൻറ്റ് ഇങ്ങനെയാണ്, ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ, ഇയാൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന് നടക്കാൻ പറ്റാത്ത ആളല്ലേ, ഇപ്പോൾ എല്ലാം മാറിയോ, ഇയാൾ ഫ്രോഡാണെന്ന് ആണ് സംശയം. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന യദു ജ്യോതി ഇവരുടെ പോസ്റ്റിൽ വന്ന കമൻ്റാണ് ഇതൊക്കെ. യദു ബെഡിൽ കാലുകൾ മടക്കി നോർമലായ ഒരാളിരിക്കുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ കമൻ്റൊക്കെ ഇട്ടിട്ട് ഇവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അർഹിക്കുന്ന അപജ്ഞയോടുകൂടി തള്ളിക്കളയുക ഈ നാറികളെ, ഈ ടീമുകളെ. സോ കുട്ടികളെ, നിങ്ങളെ കുട്ടികളെന്ന് വിളിക്കാനുള്ള പ്രായമേ ഉള്ളൂ. എൻ്റെ അനിയൻ്റെ പ്രായം പോലും വരത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ശരിയായ പാതയിലൂടെ ആയതുകൊണ്ടാണ് ഈ പറയുന്ന വിമർശനങ്ങളും കൂരമ്പുകളും വരുന്നത്. അവിടെ അത് ഏറ്റുവാങ്ങുക അല്ല വേണ്ടത്, അതിനെ തട്ടിക്കളയുക, അതിനെ ഇഗ്നോർ ചെയ്യുക. നിങ്ങളുടെ ദേഹത്ത് ഏൽക്കത്തില്ല. നിങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നവരാ. അത് ഉയരത്തിൽ നിൽക്കുന്ന ആനയെ കണ്ടിട്ട് പട്ടി ഉറച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്പിളിയമ്മാവനെ കണ്ടിട്ട് പട്ടി ഉറയ്ക്കും, ഓരിയിടും, വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ വളരുന്നു, അതാണ് കാരണം. നിങ്ങൾ വളർന്നു, നിങ്ങളുടെ വളർച്ച ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനെ നിങ്ങൾ കണ്ടില്ല എന്നടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളുടെ വഴിയെ സഞ്ചരിക്കുക. ഇവിടെയൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നവരോ മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറയണം. ഒരു ചേട്ടൻ എന്നുള്ള സ്ഥാനത്ത് നിന്നത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിനകത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കും. അത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് കൂടുതൽ ഞാൻ കാണുന്നില്ല, ശരിയാവത്തില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ വോയിസ് രേഖപ്പെടുത്തുക. അതുപോലെ യദുവും ജ്യോതിയും നന്നായിട്ട് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ താഴെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗൈസ്.